ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ഗാർഡനിലെ അഗ്ലോണിമ പ്ലാന്റുകളെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വിവിധ തരത്തിലുള്ള അഗ്ലോണിമ പ്ലാന്റുകളാണ് ഇന്ന് നമ്മളുടെ ഗാർഡനുകളിലുള്ളത്. അതിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഞങ്ങളുടെ ഗാർഡനിലുമുണ്ട്. ഇതിന് വലിയ കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ചെറിയ സൂര്യപ്രകാശം മാത്രം മതി. വീട്ടിനകത്തും ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 2 ദിവസം കൂടുമ്പോൾ കുറച്ച് ഇലയിലും പ്ലാന്റിൻ്റെ ചുവട്ടിലും വെള്ളം കൊടുത്താൽ മതി. പിന്നെ ഇതിന് നല്ല എല്ലുപൊടി, ചാണകപ്പൊടി ഇങ്ങനെയുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റുകളുടെ തൈകളും ഉണ്ടാവും. പിന്നെ ചില കെമിക്കൽസുകൾ ഉപയോഗിച്ചാലും ഇതിന് 19 ഇടയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് തൈകൾ ഇതിൽ നിന്നും തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അഗ്ലോണിമ പ്ലാന്റുകൾ പല നിറത്തിലും നല്ല കളർഫുള്ളായിട്ടുള്ള അഗ്ലോണിമകളും ഉണ്ട്, സാധാ ഷെയ്ഡുള്ള അഗ്ലോണിമകളും ഉണ്ട്. ഇത് നല്ല വൈറ്റ് പോട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ വളരെയധികം ഭംഗിയാണ് ഇത് കാണാൻ. ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ കണക്ക് വിവിധ തരത്തിലുള്ള ചെടികൾ ഞങ്ങളുടെ ഗാർഡനിലുണ്ട്. ഓരോ ചെടികളുടെ പറ്റിയുള്ള വിവരണങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതിൻ്റെ കെയറിങ്ങും അതിനെ പറ്റിയുള്ള വളത്തെക്കുറിച്ചും എല്ലാം പറയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് വേണ്ടി കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിരിക്കുന്നതാണ്.